അപ്പോഴേ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒരു ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഒരു യാത്ര എന്ന് പറഞ്ഞാൽ മുണ്ടക്കയത്ത് നിന്ന് കോട്ടയത്ത് പോയി, കോട്ടയത്ത് നിന്ന് തിരിച്ച് കോന്നിയിലെത്തി, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനിടയിൽ യാദൃശ്യമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു കേട്ടോ. അപ്പോൾ രാവിലെ എൻ്റെ അടുത്ത് അതിനെക്കുറിച്ച് ചോദിച്ചതേ ഉള്ളൂ. പക്ഷേ ഉച്ച കഴിഞ്ഞ് കറക്റ്റ് ഞാൻ ആ ബസ്സിൽ കയറിയപ്പം ആ സീറ്റിൽ ആ കക്ഷി ഇരിക്കുന്നു. അത് യാദൃശ്യമായിട്ടുള്ള കാര്യമല്ലേ, എനിക്ക് അതിശയം തോന്നി. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറ്റാറില്ലേ? അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, അയ്യോ രാവിലെ എൻ്റെ അടുത്ത് ചോദിച്ചതേ ഉള്ളൂ. അപ്പോൾ കോന്നിക്കാരായി നമ്മൾ രണ്ടുപേരും ഉച്ചയ്ക്ക് ഞാനൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ബസ്സിൽ വെച്ച് കണ്ടു അതേ സീറ്റിൽ തന്നെ ഒരേ സീറ്റിലിരുന്ന് അവരെ അങ്ങനെ കൂട്ടുമായി. അപ്പോൾ അവൻ്റെ ഒരു കോൾ വരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പം എനിക്ക് ചെടികളൊക്കെ നനയ്ക്കണം കണ്ടോ. ബൊഗെയിൻവില്ലയൊക്കെ ഇങ്ങനെ അതിന് ഇച്ചിരി വെള്ളമൊക്കെ കൊടുക്കണ്ടേ. വലിയതായിട്ടൊന്നും വാടിയിട്ടില്ല, എന്നാലും ഇത്തിരി വെള്ളം വേറെ ചെടികൾക്കൊക്കെ കൊടുക്കുന്നതിനോടൊപ്പം വാടിയത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനും കൊടുക്കണം. അപ്പം വൈകുന്നേരം ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ പൂന്തോട്ടത്തിലൂടെ ഒന്ന് ഉരുളാത്തുമ്പോൾ നമ്മുടെ ക്ഷീണമെല്ലാം അങ്ങ് മാറും കണ്ടോ. ലാവൻഡർ, മജന്ത, എന്തൊക്കെ കളേഴ്സാണ്, വൈറ്റ്, യെല്ലോ, പിങ്ക്, പീച്ച്, അങ്ങനെ പല തരത്തിലുള്ള, പിന്നെ റെഡ് ചില്ലി പോലെ അത് വരുന്നുണ്ട്, താഴെപ്പൂത്ത് വരുന്നുണ്ട് കേട്ടോ. അതൊക്കെയാണ് വരുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ മിസ്റ്റ്. അപ്പം എന്താണ്ട് എൻ്റെ നോക്കിയ വന്നിരിക്കുന്നു. നോക്കിയ വന്നു. ഇനി ചെടിയൊക്കെ ഒന്ന് നോക്കും. ഞാൻ ഇനി എന്തൊക്കെ കാണിക്കുന്നോ ചില അതിന് മേളിക്കൂടെയൊക്കെ വലിഞ്ഞു കയറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇതൊക്കെ നോക്കി കണ്ടോ. ഇതിൻ്റെ ഇലകൾക്കൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ക്ലസ്റ്റർ ടൈപ്പും ഉണ്ട്. ഇങ്ങനെയുള്ള ചിലതിൻ്റെ ഇലകൾക്കും ഭംഗി, പൂക്കൾക്ക് അത്ര ഭംഗി. പക്ഷേ ഇതുണ്ട്, ഇതിന് ലാവൻഡറും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇലയും കണ്ടോ, ഗ്രീനും വൈറ്റും. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തു കേട്ടോ. നമ്മുടെ ശിവൻകുട്ടി സാർ പറഞ്ഞില്ലേ, വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാർ പറഞ്ഞില്ലേ, പിന്നെ ഈ പ്രാവശ്യത്തെ സ്കൂൾ കലോത്സവത്തിന് ഓരോ ഐറ്റംസിൻ്റെ പേരുകളിടുന്നത് പൂക്കളുടെ പേരുകളാണെന്ന്. അപ്പോൾ അതിൽ ലാവൻഡർ, അപ്പോൾ ലാവൻഡർ കളർ നമ്മുടെ ബൊഗെയിൻവില്ലയിലുണ്ടല്ലോ. ഞാൻ ഓർത്തു ശരിയാണല്ലോ, ലാവൻഡർ, അതിലാ വണ്ടർ ഒളിച്ചിരിക്കുന്ന കാര്യം അപ്പോഴെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു കേട്ടോ. സത്യം എത്രയാണ്. അപ്പം ഞാൻ ആലോചിച്ചു, എൻ്റെ ഈ പൂന്തോട്ടത്തിലെ പൂക്കളുടെ എല്ലാം പേരുകൾ പറഞ്ഞാൽ കലോത്സവത്തിലെ ഐറ്റംസിനേക്കാളും കൂടുതൽ ഐറ്റംസ് എൻ്റെ തോട്ടത്തിലുണ്ടല്ലോ എന്ന് അല്ലേ. നമ്മുടെ എല്ലാം പൂന്തോട്ടങ്ങളൊക്കെ ഒന്ന് നോക്കിയാലേ, നിങ്ങൾ എന്നെ നോക്കിയിട്ടുണ്ടോ? ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ എത്ര തരത്തിലുള്ള പൂക്കളുണ്ടെന്ന്, ചെടികളുണ്ടെന്ന് ഒന്ന് ലിസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ അന്നേരം വിചാരിച്ചു കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് വല്ലതും തോന്നിയോ അങ്ങനെ ലിസ്റ്റ് ചെയ്യാനായിട്ട്? അങ്ങനെ ലിസ്റ്റ് ചെയ്യുവാണെങ്കിലുണ്ടല്ലോ, നമ്മുടെ തോട്ടത്തിനെ എന്തുമാത്രം ചെടികളുണ്ടല്ലേ. പേരറിയുന്നതും അറിയാത്തതുമായ എത്രമാത്രം ചെടികളുണ്ട്. ഒന്നും ഓരോ സമയത്ത് പൂവിടുന്നു അല്ലേ. ബൊഗെയിൻവില്ലയുടെ കാലം കഴിഞ്ഞ് ഇപ്പം മൊത്തത്തിലെല്ലാം പെർമനൻറ്റ് സ്ഥിരമായിട്ട് ബൊഗെയിൻവില്ല പൂവിടുന്ന ബൊഗെയിൻവില്ലകളും ഉണ്ട്. എന്നാലും പിന്നെ എല്ലാ തരം ചെടികളും ഒന്നല്ലെങ്കിൽ വേറൊന്ന് നമ്മുടെ പൂന്തോട്ടത്തിൽ എപ്പോഴും പൂക്കൾ തന്നുകൊണ്ടിരിക്കും അല്ലേ. അത് തന്നെ വലിയൊരു പ്രകൃതിയുടെ വലിയൊരു അത്ഭുതമല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു അടുത്ത ദിവസം സമയം കിട്ടുമ്പോൾ വേണം എൻ്റെ തോട്ടത്തിൽ ഏതൊക്കെ തരത്തിലുള്ള പൂക്കളുണ്ട്, പൂവുണ്ടാവുന്നതും പൂവില്ലാത്തതുമായ ചെടികൾ ഏതൊക്കെ തരത്തിലുണ്ടെന്നുള്ളത് നോക്കണമെന്ന്. അപ്പം നമ്മുടെ ഓർക്കിഡ്സ് എടുത്താൽ തന്നെ ഉണ്ടല്ലോ, കലോത്സവത്തിൻ്റെ ഐറ്റംസ് ഇതിൻ്റെ അത്രയും വരും അല്ലേ. കണ്ടോ, ലാവൻഡർ, അതെ, വണ്ടർ എന്ന് പറയുന്ന പോലെ ലാവൻഡർ കളർ കൊള്ളാം അല്ലേ. പീച്ച്, ബ്രിക്ക് റെഡ്, ലൈലാക്ക്. ഈ കെമിസ്ട്രിയിലൊക്കെ നമ്മൾ പ്രാക്ടിക്കലൊക്കെ ചെയ്യുമ്പോഴേ പ്രിഡിഗ്രിയുടെ കാലത്തെ കാര്യം പറയുന്നത് കേട്ടോ. അപ്പം അവിടെ നമ്മൾ പ്രാക്ടിക്കൽ ഹാളിൽ ചെല്ലുമ്പോൾ നമ്മൾ കുറേ ഇത് പഠിക്കുമല്ലോ, ഓരോന്നിൻ്റെ കളറുകൾ വരുന്നതൊക്കെ. അങ്ങനെ ലൈലാക്ക്, ബ്രിക്ക് റെഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ, ഓർമ്മിക്കുന്നുണ്ടോ? കണ്ടോ എൻ്റെ ബൊഗെയിൻവില്ലയുടെ കുഞ്ചലം
കണ്ടോ, ഈ ബൊഗൈൻവില്ല രാവിലെ കണ്ട വെയിലിങ്ങനെ ഉദിച്ചു വരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ തോട്ടത്തിൽ അല്ല പിന്നെ തോട്ടത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇത് ഇന്ന് രാവിലെ എടുത്താൽ കൂടിയാണ് കേട്ടോ. ഇന്നലെ വൈകുന്നേരം എടുത്തു, പിന്നെ ഇന്ന് രാവിലെ. ഇപ്പോൾ ഈ ബൊഗൈൻവില്ല പൂക്കൾ വിടരാൻ തുടങ്ങിയ പിന്നെ എനിക്ക് എൻ്റെ ക്യാമറയ്ക്ക് എൻ്റെ ഫോണിന് റെസ്റ്റില്ല കേട്ടോ. രാവിലെ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വീഡിയോസുകൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. അതിങ്ങനെ എടുത്ത് എന്താ രസമല്ലേ, നമ്മൾ അറിയാതെ എടുത്തു, എത്ര എടുത്താലും മതിയാവത്തില്ല. ഞാനിപ്പോൾ യാത്ര പോകുന്നില്ലാത്തതുകൊണ്ട് എൻ്റെ ജോലി ഇപ്പോൾ ഇതാ കേട്ടോ. അല്ലെ യാത്ര പോവുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് എടുത്ത് വെറുതെ എടുത്ത് ഫോൺ നിറയ്ക്കുമായിരുന്നു. എന്നിട്ട് കുറേ ഡിലീറ്റ് ചെയ്ത് കളയും. ഇപ്പം പിന്നെ ഇങ്ങനെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നെ കുറേയൊക്കെ എടുക്കുന്നതൊക്കെ എടുത്തതൊക്കെ എനിക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്തുകൊണ്ട് ഈ ബുദ്ധി നേരത്തെ തോന്നിയില്ല എന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നു. ഓക്കേ.